ഇത് പണ്ട് കുഞ്ഞുകാലത്ത് ഇവിടുത്തെ വനദുർഗയെ അന്നത്തെ കുഞ്ഞുങ്ങളായിട്ടുള്ള ആണുങ്ങൾ പെൺവേഷം കെട്ടി ദേവിയെ സംതൃപ്തിപ്പെടുത്തി. പെൺവേഷം കെട്ടി താലപ്പൊലി എടുത്തു. അത് ദേവിക്ക് സംതൃപ്തിയായി. അതിൻ്റെ പിൻതലമുറ ആചാരം എന്നുള്ള രീതിയിൽ ഫോളോ ചെയ്തു പോകുന്നു. അതാണ് ഇതിൻ്റെ ആചാരം. നേരത്തെ ഇവിടുത്തെ വനദുർഗ സങ്കല്പമായിരുന്നു. അന്ന് കുഞ്ഞുങ്ങൾ ഇത് കണ്ട് കുരുത്തോല പന്തലും വെള്ളയ്ക്ക കൊണ്ട് ഉരുട്ടിയും ആൺകുട്ടികൾ പെണ്ണുങ്ങളായിട്ട് ഒരുങ്ങുകയും ആണ് ഇവിടെ ആദ്യമായിട്ട് ഈ സങ്കല്പം വന്നത്. അതിനുശേഷം അത് മുതിർന്നവരും മറ്റുള്ളവരും ഫോളോ ചെയ്ത് ഇപ്പോഴും ഈ സ്റ്റേജിൽ എത്തി. ഇതിപ്പോ നമ്മളിങ്ങനെ വിളക്കെടുക്കുന്നത് കൊണ്ട് എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? അത് ഓരോരുത്തർക്കും ഓരോ വ്യക്തികൾക്ക് ഓരോ രീതിയിലുള്ള ഉദ്ദേശങ്ങളാണ്. ആ വ്യക്തിക്ക് മാത്രമേ അറിയത്തുള്ളൂ അതിൻ്റെ ഉദ്ദേശം എന്തുവാണെന്ന്. ഇപ്പം എനിക്ക് നല്ലൊരു വ്യക്തിയായി തീരണമെന്നായിരിക്കും എൻ്റെ ആഗ്രഹം. ഞാൻ അങ്ങനെ എടുക്കും. ഓരോരുത്തർക്കും കുട്ടികളില്ല, അല്ലെങ്കിൽ വിവാഹ തടസ്സങ്ങൾ, ഓരോരോ കാരണങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത്. ഞാൻ വിളക്കെടുത്തിട്ടുണ്ട്. ഞാൻ 4 വട്ടം വിളക്കെടുത്തിട്ടുണ്ട്. 3 വട്ടം എൻ്റെ അയലത്തുള്ളവർക്ക് വേണ്ടിയാണ് എടുത്തത്. അയലത്തുള്ള അമ്മമാർക്ക് വേണ്ടിയാണ് എടുത്തത്. അവർക്ക് വീട് വെക്കണമെന്നുള്ളതും, പിന്നെ മക്കളില്ല, അല്ലെങ്കിൽ മറ്റ് ദാരിദ്ര്യ രോഗദുഃഖങ്ങൾ. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം വിളക്കെടുത്തായിരുന്നു. കാരണം ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് എനിക്ക് ഇച്ചിരി കുറച്ച് പേരുടെ പെരുമാറുന്നതിൻ്റെ അത് ഇച്ചിരി കുഴപ്പങ്ങളുണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം, എല്ലാവരെയും സമരായിട്ട് കാണണം എന്നുള്ള രീതിയിൽ ഞാനൊരു 32 വർഷത്തിന് ശേഷം അന്നാണ് വിളക്കെടുത്തത്. ഇത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സാറാണ്. സാറ് റാന്നി സ്വദേശം. റാന്നി പത്തനംതിട്ട റാന്നി. ഇത് ഞങ്ങളുടെ കൂടെ ഉള്ളവരാണ്. ഞങ്ങൾ ടീംസായിട്ട് വന്നതാണ്. ഇതെൻ്റെ വൈഫ്, ഇതെൻ്റെ സ്നേഹിതൻ, അതെൻ്റെ സ്നേഹിത, മക്കളും എല്ലാവരുമാണ്. തീർച്ചയായിട്ടും വിശ്വാസം ഉണ്ടായിട്ട് വന്നതാണ്. നന്നായിട്ടുണ്ട്. എല്ലാം ചടങ്ങുകളൊക്കെ ഒന്ന് കാണാനും പങ്കെടുക്കാനും ഒക്കെ പറ്റി. നല്ല സമയവിളക്ക് എടുക്കുവാനായി എറണാകുളം വെണ്ണലയിൽ നിന്നും വന്ന അരണ്ടതിനേക്കാൾ അജേഷ്